അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ നഴ്സിംഗ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ നഴ്സിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നത് സെപ്റ്റംബർ 2019 സെപ്റ്റംബർ 26 കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് നഴ്സിംഗ് എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും, കോഴ്സ് അത്യാവശ്യം നമുക്ക് ഓക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ നഴ്സിംഗ് കോഴ്സ് എടുത്തതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇതുപോലെ ടഫായിട്ടുള്ളൊരു സംഭവം ഇല്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കയറി ഒരു 6 months കഴിഞ്ഞപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ആയി. പിന്നെ ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പിന്നെ കോളേജിലൊന്നും പോയിട്ടില്ല. ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ മാറി ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഷിഫ്റ്റ് ആയിരുന്നു. മോർണിംഗ് ഡേ സ്കോളേഴ്സിന്, അതായത് വീട്ടിൽ പോയി വരുന്ന കുട്ടികൾക്ക് ശേഷം നമുക്ക് അങ്ങനെയായിരുന്നു ക്ലാസ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ 2 ഡിവിഷനാക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ആ ഒരു സമയത്ത് നമുക്കിടയിലുണ്ടായിരുന്നു, പിള്ളേരുടെ ഇടയിലൊക്കെ. പിന്നെ അത് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി നോർമൽ റെഗുലർ ക്ലാസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു. ക്ലാസ് ഹോസ്റ്റൽ അതായത് കോളേജും ഹോസ്റ്റലും മാത്രമായിരുന്നു ആകെ പോകുന്നത്, വേറെ അങ്ങോട്ടും പോകത്തില്ല. ആ ഒരു ഇതായിരുന്നു, ഫുള്ള് എക്സാംസ്, ക്ലാസ്, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. സത്യം പറഞ്ഞാൽ കോളേജ് ലൈഫിൽ ഞങ്ങൾ വെറുത്ത് പണ്ടാരം അടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു സമയത്തൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഇങ്ങനെ പറയും, ഈ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി, അങ്ങനെ പറഞ്ഞിട്ട് പോകാത്ത ഒരു ദിവസം ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ ദിവസം കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടി വീട്ടിൽ പോകണം, വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള ലീവ് ദിവസങ്ങൾ നമ്മൾ കലണ്ടറിൽ വീട്ടിൽ പോയി ലീവ് കഴിഞ്ഞ് വന്നാലും ഇനി എന്നാണ് പോകുന്നതെന്നുള്ള കലണ്ടറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിടും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഓരോ ദിവസം തള്ളി നീക്കിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 2nd ഇയറും അതുപോലെ തന്നെ ആയിരുന്നു. പിന്നെ ഒക്കെ ഔട്ട് പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. 3rd ഇയർ വന്നിട്ട് ഔട്ട് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ 3rd ഇയർ ആയപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊന്ന് റിലാക്സേഷൻ കിട്ടിയത്. കാരണം 3rd ഇയർ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഔട്ട് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു, നമുക്ക് ഊളംപാറ മെന്റൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതുപോലെ പീഡിയാട്രിക് പോസ്റ്റിംഗ് നെയ്യാറ്റിങ്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അത്യാവശ്യം നമുക്ക് ഒരു റിലാക്സേഷൻ തന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു നമുക്ക് ഇഷ്ടമായിരുന്നു ഇങ്ങനെ പോസ്റ്റിങ്ങിന് പോയി എന്തെങ്കിലും ഡ്യൂട്ടിയൊക്കെ ചെയ്യാനും കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ ആ ഒരു സമയത്താണ് നമ്മൾ കോളേജിൽ സ്പോർട്സ് ഒക്കെ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കോളേജിൽ പ്രൊമോട്ട് ചെയ്ത് നമ്മളും സ്പോർട്സിനൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ആ ഒരു 3rd ഇയർ തൊട്ട് നമ്മൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതുവരെ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി, ഈ കോഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരു ലെവലിലായിരുന്നു ഞങ്ങളെല്ലാം പോകണേ. ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ക്ലാസ്സും പഠിത്തമൊക്കെ ആയിട്ട്. 3rd ഇയർ വന്നപ്പോൾ കുറച്ചുകൂടെ റിലാക്സേഷൻ ആയി. ഞങ്ങൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പഠിക്കാനായാലും സ്പോർട്സ് ആയാലും അങ്ങനെയൊക്കെ തുടങ്ങി. ത്രോ ബോൾ പ്രാക്ടീസ് അങ്ങനെയായിരുന്നു. പിന്നെ ഫുള്ള് സമയമേ ഇല്ലായിരുന്നു. രാവിലെ പ്രാക്ടീസിന് പോകുന്നു, ക്ലാസ്, അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും പ്രാക്ടീസ്, അത് കഴിഞ്ഞ് പിന്നെ വന്നിരുന്ന അസൈൻമെൻറ്റ്സ് എഴുതുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 3rd ഇയറും ക്ലാസ് ഒക്കെ കഴിഞ്ഞു. 4th ഇയറോട്ട് ആയപ്പോഴത്തേക്കും പിന്നെ ഒട്ടും സമയമില്ലാതായി. കാരണം SNA പരിപാടികളും പിന്നെ അതിൻ്റെ അകത്ത് സോണലിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഒട്ടും സമയമില്ലായിരുന്നു. പിന്നെ സ്പോർട്സിന്, ത്രോ ബോളിന്, പിന്നെ അല്ലാതെ ഇൻഡിവിജ്വൽ ഇവൻറ്റ്സിനൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ ഫുൾ ബിസിയായി. ക്ലാസ്സിന് കയറാനും അതുപോലെ തന്നെ എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് 4th ഇയറിൽ വരും. 4 വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതലും റിക്വയർമെൻറ്റ്സ് വരുന്നത് 4th ഇയറിലായിരിക്കും. റെക്കോർഡ്, പിന്നെ അതുപോലെ തന്നെ അല്ലാതെ ഫയൽസ്, കമ്മ്യൂണിറ്റി, OBG അങ്ങനെയുള്ള കുറേ ഫയൽസൊക്കെ ഇഷ്ടം പോലെ കാണും. അതൊക്കെ എഴുതി തീർക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അങ്ങനെ ഫുൾ ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളായിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1st ഇയർ തൊട്ട് 4th ഇയർ വരെ പഠിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എല്ലാവരും പറയും 4th ഇയർ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്, കുഴപ്പമില്ല, നമ്മൾ 4th ഇയർ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഒരുവിധം ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ 4th ഇയർ ആണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്ട്സ് ഉള്ളത്. കാരണം 4 സബ്ജക്റ്റേ ഉള്ളെങ്കിലും സബ്ജക്റ്റ് കുറവാണ്, 4 സബ്ജക്ട്സേ ഉള്ളൂ. അപ്പം സബ്ജക്റ്റ് കുറവാണെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ OBG ഒക്കെ തന്നെ ആണെങ്കിലും ഗൈനക്കും അതുപോലെ തന്നെ മറ്റതുമായിട്ട് ഒരുപാട് പഠിച്ച് എടുക്കാൻ വേണ്ടിയുണ്ട്. കമ്മ്യൂണിറ്റി ആയാലും അതെ, എഡ്യൂക്കേഷൻ ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ നല്ല ടൈം എടുത്ത് പഠിക്കേണ്ടതായിട്ട് വരും 4th ഇയർ വന്നിട്ട്. ബാക്കിയുള്ള ഇയർ അത്രത്തോളം എനിക്ക് തോന്നിയിട്ടില്ല, അത്ര ടഫായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന ടൈപ്പ് സബ്ജക്ട്സ് ആയിരിക്കും 1st ഇയർ 2nd ഇയർ 3rd ഇയർ ഉള്ളത്. പക്ഷെ 4th ഇയർ വന്നിട്ട് നമുക്ക് ഒരു ഐഡിയയും കാണത്തില്ല. OBG ഒന്നും നമുക്ക് കേട്ടിട്ട് പോലും കാണത്തില്ല. അങ്ങനത്തെ
കുറേ വേർഡ്സും കാര്യങ്ങളൊക്കെയാണ്. അത് പഠിച്ചെടുക്കാൻ എന്തായാലും ടൈം എടുക്കും. പക്ഷെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഫോർത്ത് ഇയറിൻ്റെ സബ്ജക്ട്സ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫോർത്ത് ഇയറിൽ അത്യാവശ്യം നമ്മൾ നല്ല ഹാർഡ് വർക്ക് ഇട്ട് നല്ലോണം കഷ്ടപ്പെട്ടാൽ മാത്രമേ പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഒരു മാസം മുന്നേ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ട് കറക്റ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് ഇതുവരെ ഈ 4 വർഷത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഒരു മാസം കറക്റ്റ് സ്റ്റഡി ലീവ് കിട്ടുന്നത്. നോർമലി നമുക്ക് 2 വീക്സ് മാത്രമേ സ്റ്റഡി ലീവ് കിട്ടാറുള്ളൂ. ബാക്കിയുള്ള ടൈം നമ്മൾ കണ്ടെത്തി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഫോർത്ത് ഇയറിലെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു മാസം സ്റ്റഡി ലീവ് കിട്ടി. അപ്പോൾ ആ ഒരു 1 മന്ത് ഫുള്ള് നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ടൈം ടേബിളൊക്കെ സെപ്പറേറ്റ് നമുക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി. ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ഫസ്റ്റ് വീക്കിൽ ഇത്ര സബ്ജക്ട്സ്, ഇത്ര ചാപ്റ്റേഴ്സ്, അത് കഴിഞ്ഞിട്ട് ഇത്ര ചാപ്റ്റേഴ്സ്, അങ്ങനെ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ തന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് പഠിച്ചു തുടങ്ങി. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറേ കവർ ചെയ്ത് കഴിയുകയും ചെയ്യും. പിന്നെ നമുക്കത് റിവൈസ് ചെയ്യാനും ടൈം കിട്ടും. അങ്ങനെ ഒരു മന്ത് ആദ്യം തൊട്ടേ നമ്മൾ തുടങ്ങിയത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് എക്സാമിൻ്റെ സമയത്തിന് മുന്നേ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമുക്ക് ഒരു സബ്ജക്റ്റ് റിവൈസ് ചെയ്തിട്ട് പോകാൻ വേണ്ടി കിട്ടി. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ തലേന്ന് ഈ 2-3 പ്രാവശ്യം നമ്മൾ പഠിച്ച് കൂടെ ഒന്നുകൂടെ നോക്കാനുള്ള ഒരു ടൈം കിട്ടും. നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ് കുറയും. നമ്മൾ നേരത്തെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കത് ഒരു റിലാക്സേഷൻ. ഒന്നും പഠിക്കാതെ നമ്മൾ തലേ ദിവസമൊക്കെ എടുത്ത് നോക്കിയാൽ ഒന്നും അറിയത്തില്ല, ആ ഒരു അവസ്ഥയായിരിക്കും. എക്സാംസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ഒരുപാട് ടഫൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത എക്സാംസ് ഒക്കെ ആയിരുന്നു. എഴുതാനും പറ്റി, കാരണം നമ്മൾ പഠിച്ചനുസരിച്ച് നന്നായിട്ട് എഴുതാനും പറ്റി. സബ്ജക്ട്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഫോർത്ത് ഇയർ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയത്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഫോർത്ത് ഇയറിൽ കുറച്ച് ക്ലാസ്സസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതായത് ഞാൻ സോണലിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സിനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് അവേഴ്സ്, അതായത് ലാസ്റ്റത്തെ 2 അവേഴ്സ് മിക്കപ്പോഴും കയറാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ പ്രാക്ടീസിനൊക്കെ പോകുന്നതുകൊണ്ട്, ഫുട്ബോള്, ത്രോ ബോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നതുകൊണ്ട് ക്ലാസ്സസ് ഒക്കെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എക്സാമിന് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. എനിക്ക് പഠിക്കുമ്പോൾ ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, ആ ഒരു ഫീലായിരുന്നു. അപ്പം എനിക്ക് കുറച്ചുകൂടെ ടെൻഷൻ ഉണ്ടായിരുന്നു. പാസ്സാവൂ, ഇതെന്താണ്, എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം തൊട്ടേ ഇരുന്ന് പഠിച്ച് പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുമായിരുന്നു. അറിഞ്ഞൂടാത്തുണ്ടെങ്കിൽ ചോദിക്കും, മാംസിനടുത്തൊക്കെ ഡൗട്ട് ചോദിക്കും. അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എന്തായാലും പാസ്സായിട്ടുണ്ട്. അപ്പം ഫോർത്ത് ഇയർ നമ്മൾ ഒരിക്കലും ഈസി ആയിട്ട് എടുക്കരുത്. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു ഇയർ ആണ് ഫോർത്ത് ഇയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ റിക്വയർമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരുവിധം ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കാനില്ല. പിന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാൻ ടൈം കിട്ടും. റിക്വയർമെന്റ്സ് നമുക്ക് തീരാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും. നമ്മൾ ലോഗ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കാണും, റിക്വയർമെന്റ്സ് കാണും. അവസാനം എക്സാമിന്റെ സമയം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നാൽ കുറച്ചും കൂടെ സ്ട്രെസ് ആവും. നമുക്ക് പഠിക്കാനുള്ള സമയം അത്രയും കിട്ടത്തില്ല. അപ്പം ഞങ്ങളൊക്കെ ആദ്യമേ ഇതൊക്കെ ലോഗ് ബുക്കും അതുപോലെ തന്നെ റിക്വയർമെന്റ്സും ഒക്കെ തീർത്ത് കിട്ടിയോണ്ട് നമുക്ക് പഠിക്കാൻ അത്രയും സമയം കിട്ടി. അങ്ങനെയാണ് ഫോർത്ത് ഇയർ വന്നത്. പിന്നെ അതുപോലെ തന്നെ സോണലിൻ്റെ കുറേ പ്രോഗ്രാംസ്, ആർട്സ്, സ്പോർട്സ് അതൊക്കെ ഞങ്ങളുടെ കോളേജിൽ വെച്ചായിരുന്നു. കോളേജ് ലെവൽ വന്നത് സോണലും ഞങ്ങളുടെ കോളേജിൽ വെച്ചായിരുന്നു. പിന്നെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിനൊക്കെ പോകുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ക്ലാസ്സസ് കട്ടായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്സും എനിക്ക് അത്രയും ലീവ് വന്ന് ആ ഒരു ദിവസങ്ങളിലൊന്നും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയും ക്ലിനിക്സ് കയറാൻ പറ്റാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ കുറേ കോമ്പൻസേഷൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ പോകാൻ പറ്റിയതും ഒക്കെ. പിന്നെ നമ്മുടെ SNAയുടെ തന്നെ നാഷണൽ ലെവൽ ബൈനൽ കോൺഫറൻസ് ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും ദീപക്കും ടീന മാമും ആണ് നമ്മുടെ സോണലിൽ നിന്ന് പോയത്. അങ്ങനെ അതിനൊക്കെ പോയി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഫോർത്ത് ഇയർ വന്നിട്ട് ബിസി ആയിട്ടുള്ള ഒരു ക്ലാസ്സും അതുപോലെ തന്നെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ സ്മൂത്ത് ആയിട്ടങ്ങ് കഴിഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാമിൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് എല്ലാം തീർന്നു. നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ റിവൈസ് ചെയ്യാനും ഒക്കെ നല്ല ടൈം കിട്ടി. അപ്പം ഇങ്ങനെയാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു കോഴ്സാണ്. അതായത് ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയ ബാച്ചാണ്. അപ്പം ഞാൻ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇയർ ആയിരുന്നു. നമുക്ക് 3rd ഇയർ വരെ ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫോർത്ത് ഇയർ ഫൈനൽ എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനെയായിരുന്നു. ഇപ്പോൾ വന്നിട്ട് സെമ്മാണ്. ഇപ്പോൾ ഉള്ള ഒരു ബാച്ച് എന്ന് പറയുന്നത് സെമ്മാണ് നടക്കുന്നത്. സെം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 8 സെം വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ലാസ്റ്റ് സെം വന്നിട്ട് ഇന്റേൺഷിപ്പ് പോലെ 6 months.
ബാക്കിയുള്ള സെമ്മ് ഇതുപോലെ 6 months ഇങ്ങനെ എക്സാം വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പോലും അറിയത്തില്ല, കോഴ്സ് കഴിയുന്നത് നമ്മൾ അറിയത്തില്ല. കാരണം എക്സാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും 6 months കൂടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഇയർലി ആയതുകൊണ്ട് നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം മാത്രം എക്സാം വരത്തുള്ളൂ. നമ്മൾ അത്രയും ഓക്കെയാണ്, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ സെം വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് എക്സാംസും അതുപോലെ തന്നെ സബ്ജക്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർ ബാക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ 5th സെമ്മ് പാസ് ആവണം എന്നുണ്ടെങ്കിൽ 4th സെം വരെയുള്ള എല്ലാ സബ്ജക്ട്സും ക്ലിയർ ആക്കിയിരിക്കണം. BSc നഴ്സിംഗ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എടുത്ത് പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് നല്ല ജോലി ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ട് ഒരിക്കലും ഈ ഒരു നഴ്സിംഗ് ഫീൽഡിനെ കാണുന്നത് അത്യാവശ്യം നല്ല ടഫാണ്. ഓരോ എക്സാംസും പാസ് ആവണമെങ്കിൽ അത്രയും കഷ്ടപ്പാടുണ്ട്. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ വാല്യൂഷനൊക്കെ നല്ല ടഫായിരിക്കും. സിമ്പിളായിട്ടുള്ള വാല്യൂഷനും കാര്യങ്ങളും ആയിരിക്കത്തില്ല. അപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫാണ്. ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 4.5 വർഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കൊറോണ കാരണം ഒരു 6 months കൂടെ ഞങ്ങൾ എക്സ്ട്രാ പഠിച്ചു. അപ്പോൾ ഈ 4.5 വർഷത്തിൽ ഞങ്ങൾ കൂടുതൽ സമയം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച് പഠിച്ചവരാണ് ഞങ്ങളുടെ ബാച്ച് കൂടുതലും. അതുപോലെ തന്നെ ഞങ്ങൾ ലൈഫേ വെറുത്ത് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി, വെറുത്ത് പണ്ടാരമടങ്ങി അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ലെവലിൽ വേണം. ഇപ്പം ഞങ്ങൾ അത്രയും ഇതാവണമെങ്കിൽ അത്രയും സ്ട്രെസ്സും അത്രയും നമ്മൾ വെറുത്ത് പോയി. കോളേജ് ലൈഫായാലും ഒക്കെ അങ്ങനെ ആയിരുന്നു ഒരു സിറ്റുവേഷൻ വരുന്നത്. കോളേജ് ചീത്ത ആയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ മൊത്തത്തിൽ നമ്മൾ ഒരേ പാറ്റേണിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും. പിന്നെ പതുക്കെ അത് ചേഞ്ച് ആവാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ഓക്കെ ആയി തുടങ്ങി. ക്ലാസ്സും കാര്യങ്ങളും പിന്നെ പ്രോഗ്രാംസും എല്ലാവർക്കും വന്നപ്പോൾ നമ്മളത് ഓക്കെ ആയി പോകാൻ വേണ്ടി തുടങ്ങി. അപ്പം നിങ്ങൾ നഴ്സിംഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല കോഴ്സാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നന്നായിട്ട്. പക്ഷേ ഫസ്റ്റ് ഇയർ തൊട്ട് നിങ്ങൾ 4th ഇയർ വരെ നിങ്ങൾ സപ്ലി ഒന്നും വരാതെ നോക്കുക. സപ്ലി വന്നാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് നെക്സ്റ്റ് സെമ്മിലേക്ക് പോവുക. അങ്ങനെ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.